കഴിഞ്ഞ ദിവസമായിരുന്നു രമേശ് പിഷാരടിയെ പാലക്കാട് ബി.ജെ.പി. പ്രവർത്തകർ തടയുന്നുണ്ടായിരുന്നത്. ഈ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് പിഷാരടി പാലക്കാട് മണ്ഡലം എല്ലാം കാണുന്നത്, അല്ലെങ്കിൽ എല്ലായിടത്തേക്കും പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ താൻ അവിടേക്ക് വരണ്ട, അല്ലെങ്കിൽ തന്നെ അവിടേക്ക് കടത്തിവിടില്ല എന്നാണ് ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത്. ഇതിനു മുൻപ് നമ്മൾ ഇത്തരം ഒരു കാഴ്ച കാണുന്നത് ആറന്മുളയിൽ നിന്നായിരുന്നു. അബിൻ വർക്കിയെ കോളേജിലുള്ള കോളേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥി സംഘടന തടയുന്നത് നമ്മൾ കണ്ടിരുന്നു. വോട്ട് ചോദിക്കാൻ അല്ലെങ്കിൽ പ്രചരണത്തിന് ഇവിടെ പറ്റില്ല എന്ന്. ഇന്നലെ മറ്റൊരിടത്ത് സന്ദീപ് വാര്യരെ ഇതേപോലെ തന്നെ CPIM പ്രവർത്തകർ തടയുന്നുണ്ടായിരുന്നു. ഇവിടെ പ്രചാരണത്തിന് സാധിക്കില്ല. ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധ നിലപാട് ഇവർ സ്വീകരിക്കുന്നത് ഭയം മുന്നിൽ കണ്ടുകൊണ്ടാണോ? തീർച്ചയായിട്ടും ഭയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഭയം മാത്രമല്ല, തങ്ങളുടെ സ്ഥലങ്ങൾ മറ്റാരും ഏറ്റെടുക്കേണ്ട എന്നുള്ളൊരു രീതി തന്നെയാണ്. ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂര് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ പിണറായി വിജയന്റെ മണ്ഡലമായിട്ടുള്ള ധർമ്മടത്ത് സ്ഥാനാർത്ഥിയെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ അബ്ദുൾ റഷീദ് VP ആണെങ്കിൽ പോലും പിണറായി വിജയന്റെ പാർട്ടി കോട്ടകളുണ്ട്, അതായത് പാർട്ടി ഗ്രാമങ്ങളുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ കയറി വോട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യം അടുത്ത കാലങ്ങളിലൊന്നുമില്ലായിരുന്നു. അപ്പൊ അത്തരത്തിൽ ആ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് വോട്ട് തരണമെന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു അസഹിഷ്ണുതയാണ്. അതായത് ഇത്രയും കാലം തങ്ങൾ ഒരു രാജാധിപത്യം പോലെ, അല്ലെങ്കിൽ രാജാക്കന്മാരെ പോലെ കൊണ്ടു നടക്കുന്ന സ്ഥലം, ഏകാധിപത്യപരമായിട്ട് കൊണ്ടു നടക്കുന്ന സ്ഥലം മറ്റൊരാൾ വന്ന് കൈക്കലാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ അവിടേക്ക് വരുന്നു. അത് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു അസഹിഷ്ണുത കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു രീതിയുമായി പോകുന്നത്. ഇപ്പോൾ പാലക്കാട് വിഷയം എടുക്കുകയാണെങ്കിൽ, പാലക്കാട് പിഷാരടി പറയുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ, പിഷാരടിയുടെ വാഹനം വരുന്നു. വാഹനം വന്നതിന് ശേഷം അവിടുന്ന് വാഹനം തിരിക്കണം. വലിയ വാഹനമായതുകൊണ്ട് നമുക്കറിയാം, സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥി അവിടെ ഇറക്കിയിട്ട് വാഹനം പോയി തിരിച്ചിട്ട് വരും. ആ സമയം പിഷാരടിയെ കാണാൻ വേണ്ടി നിൽക്കുന്ന അവിടുത്തെ കുറേ അമ്മമാരുണ്ടായിരുന്നു. അവരെല്ലാം അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ചേച്ചി വന്നിട്ട് പറയുന്നത്, അപ്പുറത്താണ് എൻ്റെ വീട്, അവിടെ വീട്ടിലേക്ക് വരുമെന്ന് പറയുന്നു. അപ്പോൾ പിഷാരടി പറയുന്നു, വേണ്ട, കാരണം ഒരു വീട്ടിൽ ചെന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയില്ലെങ്കിൽ വലിയൊരു വിഷയമാവും. കാരണം നമുക്കറിയാം, തെരഞ്ഞെടുപ്പാണ്, ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, ചെറിയൊരു വിഷമം മതി വോട്ട് മാറ്റി കുത്താൻ വേണ്ടിയിട്ട്. അപ്പം സ്വാഭാവികമായിട്ടും പിഷാരടി പറഞ്ഞു, വേണ്ട, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, കാരണം അടുത്തൊരു തവണ അവിടേക്ക് വരാമെന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ സ്ത്രീ പറയുന്നു, എന്നാൽ കുഴപ്പമില്ല, അപ്പുറത്തൊരു അമ്പലമുണ്ട്, അപ്പൊ അമ്പലത്തിലേക്ക് നമുക്ക് ഒന്നിച്ചു പോകാം, അമ്പലത്തിലേക്ക് വരൂ എന്ന് പറയുന്നു, അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് പോകുമെന്ന് പറയുന്നു. അപ്പം പിഷാരടി പറഞ്ഞു, എന്നാൽ വാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു പോകാം എന്ന് പറഞ്ഞിട്ട് ഈ അമ്മമാരെ എല്ലാം വിളിച്ചുകൊണ്ട് പിഷാരടി ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടുന്ന് ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ്, പറ്റത്തില്ല, ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കാൻ പറ്റത്തില്ല, ഈ സ്ഥലത്ത് കയറാൻ പറ്റത്തില്ല, ഇത് BJPയുടെ കോട്ടയാണ് എന്ന് പറയുകയാണ്. അല്ല, ഈ BJPയുടെ കോട്ട എന്ന് പറയുന്ന രീതിയിൽ പറയുന്ന സമയത്ത് ആ പ്രദേശം എന്ന് പറയുന്നത് എല്ലാവർക്കും സഞ്ചാര യോഗ്യമായിട്ടുള്ള ഒരു സ്ഥലമല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യേ നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാരണം ഇന്ന രാഷ്ട്രീയമുള്ള ആൾക്കാർ, ഈ ജാതി വിലക്കൊക്കെ കേട്ടിട്ടുണ്ട്, അത്തരത്തിൽ ഈ രാഷ്ട്രീയ വിലക്കെന്ന രീതിയിൽ ഈ ഇന്ന രാഷ്ട്രീയമുള്ള ആൾക്കാർ ഈ വഴി നടക്കാൻ പാടില്ല. നമ്മൾ ക്യാമ്പസുകളിലൊക്കെ കണ്ടിട്ടില്ലേ, ക്യാമ്പസുകളിൽ എപ്പോഴും എന്തിനാ സംഘർഷം ഉണ്ടാകുന്നത്? തങ്ങൾ വെക്കുന്നിടത്തേക്ക് മറ്റൊരാൾ കൊണ്ടുവന്ന് ഫ്ലെക്സ് വെക്കുക, മറ്റൊരാൾ ബാനർ കിട്ടുക. ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ഇനി ഇവന്റെ പോസ്റ്ററും കൂടെ ഇവിടെ വെച്ചിട്ട് എന്തിനാണ് എന്ന് വെച്ചിട്ട് തല്ലിപ്പൊളിച്ച് കളയുമ്പോഴത്തേക്ക് അത് ചോദിക്കാൻ പറ്റും, എന്തിനാണ് ഞങ്ങളുടെ പോസ്റ്റർ കയറിയത്? അപ്പോഴത്തേക്ക് അവനെ അടിച്ചുകൂടി. ഇത് തന്നെയാണ് ഗ്രാമങ്ങളിലേക്ക് എല്ലുമ്പോഴും ഈ വലിയ വലിയ ആളുകൾ കാണിക്കുന്നതല്ലേ ഈ ചെറിയ ചെറിയ ആളുകളും കാണിക്കുന്നത്. ഇവരുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ ഇന്നലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ശോഭ പറയുന്നത്, ശോഭയുടെ കണ്ണിൽ കാണുന്നവരൊക്കെ സ്ത്രീവിരുദ്ധരാണ്. ഇതിനു മുൻപ് കഴിഞ്ഞ ദിവസം SP ഓഫീസിലേക്ക് ശോഭാ സുരേന്ദ്രൻ നടത്തിയ മാർച്ച് ഷാഫി പറമ്പലിനെതിരെയായിരുന്നു, പ്രക്ഷോഭനെതിരെ ആയിരുന്നില്ല. പാലക്കാട് കൗൺസിലർ ആയിരുന്ന പ്രക്ഷോഭിന്റെ ലൈംഗിക അതിക്രമണത്തിൽ ഒരു പെൺകുട്ടി പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രക്ഷോഭിനെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ പേരിൽ ഷാഫി പറമ്പലിനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ശോഭ ആവശ്യപ്പെട്ടത്. അവിടെ ശോഭ പറഞ്ഞത്, പ്രക്ഷോഭ് സ്ത്രീവിരുദ്ധനാണ്, ഷാഫി പറമ്പിൽ സ്ത്രീവിരുദ്ധനാണ്, രാഹുൽ മാങ്കൂട്ടം സ്ത്രീവിരുദ്ധനാണ്. ഇപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് ശോഭ കൊണ്ടുവരുന്നത് രമേശ് പിഷാരടിയാണ്. ഇന്നലെ പറഞ്ഞിരിക്കുന്നത്, രമേശ് പിഷാരടി ഇത്രയധികം സ്ത്രീവിരുദ്ധത വിളമ്പുന്ന ഒരാളില്ല, രമേശ് പിഷാരടി സ്ത്രീവിരുദ്ധനാണെന്ന് ആണ് ഇതിനെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രനോട് ചോദിക്കുമ്പോൾ പറയുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഷാഫി പറമ്പലിനെ പാലക്കാട്ട് എങ്ങനെയെങ്കിലും തകർത്തെങ്കിൽ മാത്രമേ പാലക്കാട് BJPക്ക് കടന്നു വരാൻ കഴിയൂ. കാരണം ഷാഫിക്ക് അത്രമാത്രം അവിടെ ഒരു സ്വീകാര്യതയുണ്ട്. വീടുകളിലേക്കാണെങ്കിലും ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണെങ്കിലും ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരമാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച്, പ്രക്ഷോഭ ആരാണ്? അവിടുത്തെ ഒരു കൗൺസിലർ. അപ്പോൾ ഷാഫിക്കെതിരെ അടിക്കാൻ വേണ്ടി, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നുമല്ല സമരം ചെയ്തത്, ഷാഫി പറമ്പലിനെതിരെയാണ് സമരം ചെയ്തത്. എന്തിനാണ്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്താണ് ഷാഫി പറമ്പിൽ, അതുകൊണ്ട് ഷാഫി പറമ്പിൽ ഈ കേസിൽ പ്രതിയാണ്, ഷാഫി പറമ്പിലിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. പ്രക്ഷോഭിന്റെ വിഷയം വന്നപ്പം ഈ വിഷയത്തിൽ ഷാഫി പറമ്പിൽ സുഹൃത്താണ്, ഷാഫി പറമ്പിലിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്.
എല്ലാം കൊണ്ട് ചെന്ന് ഷാഫി പറമ്പിലിന്റെ മേലേക്ക് വെക്കാൻ എന്തുവാ? സ്വാഭാവികമായിട്ടും നമുക്കറിയാം പാലക്കാട് നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ കോട്ടയിലേക്ക് വോട്ട് ചോദിച്ചു ചെല്ലുന്നു. ഇവിടെ വോട്ട് ചോദിക്കാൻ കഴിയില്ല, ഇവിടെ ഞങ്ങളുടെ സ്ഥലമാണ് എന്നുള്ള ആധിപത്യം ഉറപ്പിക്കുന്ന സമയത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം. അവിടെ പിഷാരടി പ്രചരണം നടത്തി കഴിഞ്ഞാൽ ആധിപത്യമാണെന്ന് വിചാരിച്ചിരുന്ന സ്ഥലം കൈവിട്ടു പോകുമോ എന്നൊരു ഭയം കൂടി ആകാമല്ലോ, അങ്ങനെ ഒരു ചിന്തയാകാമല്ലോ. അല്ലെങ്കിൽ ഇപ്പോ എന്റെ തട്ടകത്തിലേക്ക് ആര് വന്നു കഴിഞ്ഞാലും ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ആ വോട്ടുകളൊക്കെ എനിക്കുള്ളതാണെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ആര് വന്ന് വോട്ട് ചോദിച്ചാലും നമുക്ക് ഭയം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അല്ല, അവിടെയാണ് നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏകാധിപത്യ നിലപാടുകൾ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ സ്ഥലത്തേക്ക് ഞാൻ പറയാതെ ആർക്കും പ്രവേശനമില്ല, ഇത് എൻ്റെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് എനിക്ക് എഴുതി തന്ന സ്ഥലമാണ് എന്നുള്ളൊരു ധാർഷ്ട്യം അങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ജനാധിപത്യ രാജ്യത്ത് എവിടെ ഏതൊരു മനുഷ്യന് പോകണമെങ്കിലും ഒരു കുഴപ്പവുമില്ല, ഏത് റോഡിലൂടെ നമുക്ക് നടക്കാം, നമുക്ക് അതിനുള്ള സംസാരിക്കാനുള്ള അവകാശവും നമുക്ക് നടക്കാനുള്ള അവകാശവും എല്ലാം നമുക്ക് നേടിത്തന്നത് നമ്മുടെ ഭരണഘടനയാണല്ലോ, സ്വാതന്ത്ര്യം നടത്തിയിട്ട് കിട്ടിയതാണല്ലോ ഇതെല്ലാം. അപ്പൊ ഇവരാദ്യം അത് മനസ്സിലാക്കണം, എന്താണ് ജനാധിപത്യം എന്നത്, ജനാധിപത്യ ബോധം എന്താണെന്ന് ആദ്യമേ ഇവിടുത്തെ BJP പ്രവർത്തകർ മനസ്സിലാക്കണം. അത് പാലക്കാടാണെങ്കിലും BJP മാത്രമല്ല, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും മനസ്സിലാക്കണം. അത് വേറൊന്നുമല്ല, ഏത് പാർട്ടി ആണെങ്കിലും തങ്ങൾക്ക് ശക്തി കേന്ദ്രമാണെങ്കിൽ അവിടേക്ക് മറ്റാരും കടന്നു വരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന സാഹചര്യം. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ത്രീ വിരുദ്ധത എടുത്തിട്ടാണ് ഇവരെ എല്ലാം തോൽപ്പിക്കാൻ നോക്കുന്നത്. ഈ സ്ത്രീ വിരുദ്ധത ഉണ്ട്, അതായത് ഇവര് പറയുന്ന സ്ത്രീ വിരുദ്ധത ഉണ്ടല്ലോ, ലോകത്ത് ആരെന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും അതെല്ലാം ഷാഫി പറമ്പിലാണ് എന്ന് പറയുന്ന ആ നിലപാടാണ് യഥാർത്ഥത്തിൽ സ്ത്രീ വിരുദ്ധത. ശരിക്കും ഇവിടെ ഷാഫിയും ശോഭയും തമ്മിലാണോ പോരാട്ടമെന്ന് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. കാരണം അവിടുത്തെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയാണ്, പക്ഷെ ശോഭാ സുരേന്ദ്രൻ എപ്പോഴും ഷാഫിയെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പിഷാരടി അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2016 തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലും ശോഭാ സുരേന്ദ്രനും തമ്മിൽ മത്സരിക്കുമ്പോൾ ഷാഫി പറമ്പിൽ അന്ന് വാങ്ങിച്ച വോട്ട് എന്ന് പറയുന്നത് 57,559 വോട്ടുകളാണ്. ശോഭാ സുരേന്ദ്രൻ വാങ്ങിച്ചത് 40,076 വോട്ടുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ 17,483 വോട്ടിന് പാലക്കാട് ശോഭാ സുരേന്ദ്രനെ തോൽപ്പിച്ച ഷാഫി പറമ്പിലിനോട് ശോഭയ്ക്ക് അന്നേ ഒരു അരിശ കാണും. അപ്പൊ ശോഭ അന്നത്തെ ആ ഒരു ഇലക്ഷൻ ട്രോമയിൽ നിന്ന് പുറത്തേക്ക് വരാത്തത് കൊണ്ടാണോ സ്ഥാനാർത്ഥിയെ മറന്നുപോയി ഷാഫി പറമ്പിലിന്റെ പേര് തന്നെ പാലക്കാട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശോഭ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിലാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്നാണ്. സ്വാഭാവികമായിട്ടും ശോഭാ സുരേന്ദ്രൻ, അതായത് അന്ന് തോൽപ്പിച്ച 17,000 വോട്ടിന്റെ വിഷമം ഇതുവരെ ശോഭയ്ക്ക് മാറിയിട്ടില്ല. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ കൂടെ ഇനി 17,000 വോട്ടുകൾക്ക് മുകളിൽ പിഷാരടി എങ്ങാനും ജയിച്ചു പോയി കഴിഞ്ഞാൽ അത് ഷാഫി പറമ്പിൽ ജയിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിലും എന്നെ ഷാഫി പറമ്പിൽ തോൽപ്പിക്കുമോ എന്നുള്ള പേടിയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് പാലക്കാട്ട് നിന്ന് കാണാനും കഴിയുന്നത്. അതായത് ഷാഫി പറമ്പിലിനെ എന്തിനാണ് ഇവർ നേരിടാൻ പോകുന്നത്? ശോഭാ സുരേന്ദ്രൻ നേരിടുന്നത് ഷാഫി പറമ്പിലാണ്. അത് രാഹുൽ മാങ്കൂട്ടം വിഷയമാണെങ്കിലും പ്രക്ഷോഭിന്റെ വിഷയമാണെങ്കിലും ലോകത്ത് എവിടെ സ്ത്രീ പീഡനം നടന്നു കഴിഞ്ഞാലും അത് ഷാഫി പറമ്പിലാണ് ചെയ്തത്. അതുകൊണ്ട് ഷാഫി പറമ്പിലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ശോഭാ സുരേന്ദ്രൻ നിലപാടിന്റെ പ്രധാനപ്പെട്ട കാരണം അന്നത്തെ തോൽവിയിൽ നിന്നും കരകയറിയിട്ടില്ല. ഈ വട്ടം കൂടെ തോറ്റു കഴിഞ്ഞാൽ ഷാഫിയുടെ മുമ്പിൽ മുട്ടുമടക്കിയതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ ഷാഫി പറമ്പിലിനെ ആദ്യം തോൽപ്പിക്കണം, എന്നാൽ മാത്രമേ പിഷാരടിയെ തോൽപ്പിക്കാൻ കഴിയൂ എന്നുള്ള ഉത്തമ ബോധ്യമാണ് ശോഭയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അല്ല, അത് പൊതുവെ ജനങ്ങളുടെ മുന്നിലേക്ക് അത് ശോഭ തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ്. ശോഭയ്ക്ക് ഒരു അത്യാവശ്യം വോട്ട് ഷെയർ ഉള്ള മണ്ണാണ് പാലക്കാട് എന്ന് പറയുന്നത്. ആ വോട്ടുകൾ കൃത്യമായി ശോഭ കാരണം ശോഭയുടെ ടിക്കറ്റിൽ രമേശ് പിഷാരടി ജയിക്കുന്ന പോലെയാണ് ഇപ്പോൾ ശോഭ നടത്തുന്ന പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. അതേപോലെ അങ്ങ് തൃക്കരിപ്പൂരും ആറന്മുളയിലും CPIM എടുക്കുന്ന നിലപാട് അങ്ങ് പാലക്കാട് BJP എടുക്കുന്നു. ഇതാണ് എനിക്ക് തോന്നുന്നില്ല ശോഭാ സുരേന്ദ്രൻ അവിടെ കൃത്യമായിട്ട് വലിയ വോട്ട് ബാങ്കുകൾ ഉണ്ട് എന്നൊന്നും. കാരണം എല്ലാവരും പറയുന്നത് ഏത് മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞാലും അവിടെ ഒരു ക്രൗഡ് പുള്ളർ ആയിട്ട് മാറുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. ശോഭയുടെ വോട്ട് ഷെയർ കണ്ടിട്ടാണ് അല്ല, ശോഭയ്ക്ക് അന്ന് ഉണ്ടായിരുന്ന വോട്ട് എന്ന് പറയുന്നത് 40,076 വോട്ടാണ് 2016 2024 ഇലക്ഷനിലാണ് എങ്കിൽ പോലും 39,549 വോട്ടുകളാണ് അവിടെ BJP ഉണ്ടായത്. സ്വാഭാവികമായിട്ടും BJPക്ക് അവിടെ 40,000 വോട്ടുകൾ മാത്രമേ ഉള്ളൂ. അവിടെ വോട്ട് ഷെയർ അവിടെ കൂട്ടിയിട്ടുള്ള ഒരേ ഒരാൾ എന്ന് പറയുന്നത് ശ്രീധരനാണ്.
ഈ ശ്രീധരൻ അവിടെ വരുന്ന സാഹചര്യത്തിലാണ് അവിടെ 50,000 വോട്ടിലേക്ക് പോകുന്നത്. അതായത് BJPക്കുള്ള 40,000 വോട്ടിൽ നിന്നും ഒരു 10,000 വോട്ടും കൂടെ ഉയർത്തിയ ആൾ ഈ ശ്രീധരനാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ആ ഒരു വോട്ട് ഷെയറിലേക്ക് ശോഭാ സുരേന്ദ്രൻ വരികയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ശോഭ നിന്ന എല്ലാ സ്ഥലങ്ങളിലും ശോഭ 2ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. കായംകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ തിരുവനന്തപുരത്ത് നിന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അവസാനമായിട്ട് ശോഭ കണ്ട ഒരു തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരിഫിനെക്കാട്ടിൽ മുകളിലോട്ട് ആരിഫിനെ പറ്റി ഇപ്പോഴും ആലപ്പുഴയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആരിഫിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് 100 നാവാണ്. പക്ഷെ എന്നിട്ട് പോലും ശോഭയ്ക്ക് KC വേണുഗോപാലിന്റെ താഴെ ശോഭാ സുരേന്ദ്രനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശോഭ ഒരു ക്രൗഡ് പുള്ളർ ആണ്. എവിടെ നിർത്തിയാലും ശോഭയ്ക്ക് ശോഭയുടേതായിട്ടുള്ള ഒരു ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടുമെന്നാണ് പറയുന്നത്. പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ ഒരു പ്രഭ കൂടിയുണ്ട്. അന്ന് അവിടെ നിന്നത് ഷാഫി പറമ്പിലായിരുന്നു. അതുകൊണ്ടാണ് ഈ 50,000 വോട്ടിന്റെ ആ ഒരു അത്രയും അടുത്തേക്ക് ശോഭയ്ക്ക് എത്താതിരുന്നത്. കാരണം ഷാഫി അവിടെ ഒരു സിറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും ഷാഫി അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിരുന്നു. പിന്നീട് 2ാം സിറ്റിംഗ് വന്നപ്പോഴും ഷാഫിയെ ജയിപ്പിക്കുക എന്ന് പറയുന്നതായിരുന്നു ജനങ്ങളുടെ ആവശ്യം. അതുകൊണ്ടാണ് ശോഭയുടെ ഈ വോട്ട് മങ്ങിപ്പോയത്. ഇപ്പോഴും ശോഭ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാഫിയോട് തന്നെയാണ്. രമേശ് പിഷാരടി പറഞ്ഞ ആ ഒരു വാക്യം തന്നെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പഴയ ഷാഫിയോടാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പൊ പറഞ്ഞത് ശോഭ കളത്തിലില്ല. പാലക്കാട് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തന്നെയാണ്. ശോഭയും പറയുന്നു ഷാഫിയാണ് സ്ഥാനാർത്ഥി എന്ന്.